പഹൽഗാമിൽ തീവ്രവാദികൾ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൂട്ടക്കൊല ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ തുർക്കിയോട് നന്ദി പറയുകയായിരുന്നു. തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ നമുക്കറിയാം, കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത രാജ്യമാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യം. അവിടെയുള്ള ഭരണാധികാരിയായിട്ടുള്ള എർദോഗാന് ഇന്ത്യ പലതവണ താക്കീത് കൊടുത്തിട്ടുള്ളതാണ്. തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് എന്തിനാണ് പാകിസ്ഥാൻ നന്ദി പറഞ്ഞത്? അതെ, കശ്മീരിൽ നിങ്ങളെടുത്ത നിലപാടിന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ഇതേ സമയം തന്നെ തുർക്കിക്ക് നന്ദി പറയാൻ എടുത്തത് തുർക്കിക്കും കശ്മീരിലെ ഈ ഭീകരാക്രമണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ പങ്കുണ്ടെങ്കിൽ പിന്നെ തുർക്കിയുടെ കാര്യം കട്ടപ്പുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഇന്ത്യക്കാരനും, അതായത് ദേശീയ ബോധമുള്ള ഒരു ഇന്ത്യക്കാരനും സംശയം കാണില്ല. കൂടുതൽ വിശദമായിട്ട് ഈ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദക്ഷിണ കശ്മീരിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പഹൽഗാമിൽ നടന്ന ക്രൂരമായിട്ടുള്ള ഭീകരാക്രമണത്തിൽ 28ലേറെ പേർ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അങ്കാറയിൽ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗനോടൊപ്പം നിൽക്കുകയായിരുന്നു. കശ്മീർ വിഷയത്തിൽ അദ്ദേഹം നൽകിയ അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി പറയുകയായിരുന്നു. ഡൽഹിയിലെ നിരീക്ഷകർക്ക് ഈ വിരോധാഭാസം മറക്കാൻ ഒരിക്കലും കഴിയില്ല. പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരവാദികൾ സമാധാന താഴ്വരയെ ഒരു കൊലപാതക കളമാക്കി മാറ്റിയപ്പോൾ തന്റെ സംസ്ഥാന സ്പോൺസർ ചെയ്ത പ്രവർത്തകർ അസ്ഥിരപ്പെടുത്തുന്നത് തുടരുന്ന അതേ പ്രദേശത്തോട് പാകിസ്ഥാന്റെ ഉന്നത നേതാവ് ആഗോള സഹതാപമാണ് തേടിക്കൊണ്ടിരുന്നത്. ഏപ്രിൽ 22-ന് അങ്കാറയിൽ ഷഹബാസ് സംയുക്ത പത്രസമ്മേളനം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അനന്ത്നാഗ് ജില്ലയിൽ മാരകമായിട്ടുള്ള ആക്രമണം നടന്നത്. ISIയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബയുടെ പ്രോക്സി സംഘടനയായിട്ടുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ട് സോഷ്യൽ മീഡിയയിൽ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം അതിനുശേഷം ഏറ്റെടുത്തു. സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്ത അവകാശവാദം, പക്ഷേ ഇന്ത്യക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യം, ഇവർക്ക് പരിശീലനം നൽകുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ്. അതേസമയം പാകിസ്ഥാന്റെ നിലപാടിനോട് തുർക്കിയുടെ സ്ഥിരമായ യോജിപ്പിനെ പ്രശംസിക്കുന്നതിനിടയിൽ കശ്മീരിന്റെ ഭാവിയെക്കുറിച്ച് വാചാലനാകാനും ഷഹബാസ് ഷെരീഫ് ആ സമയം മറന്നില്ല ആ കൂടിക്കാഴ്ചയിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഭീകരാക്രമണത്തിൽ ഇന്ത്യ വിറയ്ക്കുന്നു എന്നാണ് അവിടെ ഇവർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന സംഭാഷണം എന്നാണ് അനൌദ്യോഗികമായി പുറത്തുവരുന്ന വിവരങ്ങൾ. ഷെരീഫും എർദോഗനും ആ സമയം നയതന്ത്ര നാടകത്തിൽ മുഴുകുകയായിരുന്നു. കാരണം പാകിസ്ഥാൻ അല്ല ഇതിനു പിന്നിൽ എന്ന് തെളിയിക്കാനുള്ള തത്രപ്പാട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വിനോദസഞ്ചാരത്തിന്റെ ആകർഷണീയത വീണ്ടും തിരിച്ചുപിടിച്ച ഒരു പ്രദേശത്ത് ആക്രമണത്തിൽ സാധാരണക്കാർ ക്രൂരമായി കൊല്ലപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇരകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ശ്രീനഗറിലേക്ക് കുതിച്ചുപാഞ്ഞെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി സ്വന്തം രാജ്യത്തിലേക്ക് പാതിരയോടുകൂടി തന്നെ മടങ്ങുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. അങ്കാറയിൽ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറെ സംഭവ വികാസങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ എക്സ്പ്രസ് ട്രിബ്യൂണലിന്റെ ഒരു റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഷഹബാസ് തുർക്കിയുടെ കശ്മീർ സംബന്ധിച്ച നിലപാടിനെ ഇതേ സമയം പ്രശംസിക്കുക മാത്രമല്ല, ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. 50,000 നിരപരാധികളുടെ മരണത്തിന് കാരണമായ അതേ സംഭവം. കശ്മീരിൽ സ്വന്തം നാട്ടിൽ ചൊരിയപ്പെട്ട നിരപരാധികളുടെ രക്തം, പാകിസ്ഥാൻ ആയുധങ്ങൾ, പാകിസ്ഥാൻ സ്വത്തുക്കൾ എന്നിവ പാകിസ്ഥാൻ അവിടെ ഇറക്കിയതിന്റെ ഒരു പരാമർശം പോലും ഇവർക്കിടയിൽ നടന്ന ആ ഒരു കൂടിക്കാഴ്ചയിൽ വന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കശ്മീരിനെ കുറിച്ചുള്ള തുർക്കിയുടെ ഉച്ചത്തിലുള്ള നയതന്ത്രം പഴഞ്ചൻ പാത പിന്തുടരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ട കാര്യം. 2019 മുതൽ 2023 വരെയുള്ള UN ജനറൽ അസംബ്ലിയിൽ എർദോഗൻ പതിവായി കശ്മീരിനെ പരാമർശിക്കുന്നുണ്ട്. അതിനെ പാലസ്തീനുമായി പോലും എർദോഗൻ ഉപമിച്ചിട്ടുണ്ട്. 2020 പാകിസ്ഥാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ അദ്ദേഹം കശ്മീരിനെ തുർക്കി ചരിത്രത്തിലെ കണ്ണാടിയായാണ് ചിത്രീകരിച്ചത്. തന്റെ രാജ്യത്തിന്റെ ഭൂതകാലത്തെ പാകിസ്ഥാന്റെ നിഴൽ യുദ്ധ വർത്തമാനവുമായി തുലനം ചെയ്യുകയാണ് ചെയ്തത്. തുർക്കിയുടെ വിദേശകാര്യ മന്ത്രാലയം കശ്മീരിൽ ഇന്ത്യക്കെതിരായ ഓരോ OIC നീക്കത്തെയും പിന്തുണയ്ക്കുകയും ഇന്ത്യൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ ജമ്മു ആൻഡ് കശ്മീർ എന്ന വിവരണം അന്താരാഷ്ട്ര വേദികളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു വഴിത്തിരിവുണ്ട്. ആഗോള വേദികളിൽ കശ്മീർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ തുർക്കി അടുത്തിടെ കുറവ് വരുത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ നിർണായകമായിട്ടുള്ള നയതന്ത്ര ഇടപെടലാണ്. പക്ഷേ ഇപ്പോൾ ആക്രമണം നടക്കുമ്പോൾ പാകിസ്ഥാനും തുർക്കിയും കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ
ഗൗരവം കൂട്ടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട ബ്രിക്സ് ക്ലബിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ അങ്കാറ ശ്രമിക്കുന്നതിന് ഈ നീക്കത്തിന് പിന്നിലാണെന്ന് വിശകലന വിദഗ്ധരും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള നിഗൂഢമായിട്ടുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയ ഈ കശ്മീരിലെ അതിദാരുണമായിട്ടുള്ള ആക്രമണത്തിൽ പിന്നിലുള്ളത്. അതിന്റെ ചുരുളുകൾ ഓരോന്നായി ഓരോ ദിവസം കഴിയുമ്പോഴും അഴിഞ്ഞു വീഴും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.